Earnmarks, your perfect learning partner. ഇനി നമുക്ക് വേവ്സിന്റെ ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ നമുക്ക് മനസ്സിലാക്കണം. വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് ഈ വേവ് ലെങ്ത് എന്ന് പറയുന്നത്? ഒന്നുമില്ല, നമ്മൾ രണ്ട് ക്രസ്റ്റുകൾ, ഇതൊരു ക്രസ്റ്റും അതുപോലെ തന്നെ ഇതൊരു ക്രസ്റ്റുമാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ രണ്ട് ക്രസ്റ്റുകൾ ഉണ്ടല്ലോ, ഈ രണ്ട് ക്രസ്റ്റുകളുടെ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? വേവ് ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ നമ്മളൊരു ടേമും കൂടി കേട്ടിട്ടുണ്ടല്ലോ, അതെന്താണ്? ആംപ്ലിറ്റ്യൂഡ്. എന്താണ് ഈ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഹൈറ്റ് ആണ്, അല്ലെ? ഹൈറ്റ് ഓഫ് ദ വേവിനെ ആണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഒരു വേവ് ട്രാവൽ ചെയ്യുന്ന സ്പീഡ്, അതിനെ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാം. ദാറ്റ് ഈസ് വേവ് സ്പീഡ്. വേവ് സ്പീഡിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? വി എന്നുള്ള ലെറ്റർ കൊണ്ട് നമുക്ക് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വി എന്തിന് ഈക്വൽ ആയിരിക്കും? വേവ് സ്പീഡ്. വേവ് സ്പീഡ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും? ലാംഡ ബൈ ടി എന്നുള്ളതിന് ഈക്വൽ ആയിരിക്കും. കാരണം ഇവിടെയുള്ള ഡിസ്റ്റൻസ് എന്താണ്? വേവ് ലെങ്ത് ആണ്. വേവ് ലെങ്ത്തിനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? ലാംഡ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അത് നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. 1/t എന്ന് പറയുന്നത് ന്യൂ ആണെന്ന്, അല്ലേ? നമ്മൾ 1/t ന്യൂ ആണെന്ന് പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഇക്വേഷനെ എങ്ങനെ എഴുതാം? ലാംഡ ഇൻറ്റു ന്യൂ. ചില സമയത്ത് നമ്മൾ ഇങ്ങനെയും ഇക്വേഷൻ കാണും, ലാംഡ ഇൻറ്റു എഫ്. എന്നാലും സെയിം തന്നെയല്ലേ? അതെ. അതായത് നമുക്കിതിനെ ഫ്രീക്വൻസിൻ്റെ ടേംസിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് ഈ ഒരു വേവിൻ്റെ ഫേസസ് ചിലപ്പം ചേഞ്ച് ചെയ്യും. അങ്ങനെ ഒരു കേസിൽ നമുക്ക് അവിടെയുള്ള ആ ഒരു ഫേസ് ചേഞ്ചിനെ നമ്മൾ എങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കെ എന്നുള്ള ലെറ്റർ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. അതെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2π ലാംഡ ബൈ ടി എന്നുള്ള രീതിയിലാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ SHM? എന്താണ് ഈ SHM? SHM എന്ന് പറയുന്ന സമയത്ത് സിമ്പിൾ ഹാർമോണിക് മോഷൻ ആണ്. ഓക്കെ, സിമ്പിൾ ഹാർമോണിക് മോഷൻ എന്ന് പറയുന്നതാണ് എന്ത്? SHM. അതായത് നമ്മളൊരു പീരിയോഡിക് ആയിട്ടുള്ള ഒരു ടു ആൻഡ് ഫ്രോ മൂവ്മെൻറ്റിനെയാണ് നമ്മൾ സിമ്പിൾ ഹാർമോണിക് മോഷൻ അല്ലെങ്കിൽ SHM എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് സിമ്പിൾ പെൻഡുലത്തിന് എടുക്കാം, അല്ലേ? സിമ്പിൾ പെൻഡുലത്തിൻ്റെ മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് ഒരു സിമ്പിൾ ഹാർമോണിക് ആയിട്ടുള്ളതാണ്. നമ്മുടെ ക്ലോക്കിലെ സൂചിയുടെ മൂവ്മെന്റും എന്താണ്? നമുക്ക് പറയാം, അല്ലെ? അറ്റ് എ ടൈം അതൊരു സിമ്പിൾ ഹാർമോണിക് ആണെന്ന് പറയാൻ വേണ്ടിയിട്ട് പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സിമ്പിൾ ഹാർമോണിക് ആയിട്ടുള്ള ഒരു സൈനസോയിഡൽ ആയിട്ടുള്ള ഒരു മോഷൻ ആണ്, അല്ലെ? അങ്ങനെയാണെങ്കിൽ അതിലുള്ള ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് നമുക്കറിയാം, അല്ലെ? ഇതെന്ന് പറഞ്ഞാൽ രണ്ട് വേവ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അത് എന്തായിരുന്നു നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായത്? വേവ് ലെങ്ത്, അല്ലെ? വേവ് ലെങ്ത് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ലാംഡയാണ്. ഓക്കെ, ലാംഡ വെച്ചിട്ടാണ് നമ്മൾ അതിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ് എന്താണ്? ഈ എക്സ് എന്ന് പറയുന്നത് നമ്മുടെ പൊസിഷൻ ചേഞ്ചിനെയാണ് നമ്മൾ ഈ എക്സ് എന്നുള്ള ലെറ്റർ കൊണ്ട് പറയുന്നത്. പിന്നെ നമുക്ക് ഇവിടെ മീൻ സ്പീഡും കാര്യങ്ങളും എല്ലാം കാണാൻ വേണ്ടി പറ്റും. ഇനി ഈ ഹൈറ്റിനെ നമുക്ക് എന്ത് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം? ആംപ്ലിറ്റ്യൂഡ് വെച്ചിട്ട് റെപ്രസെന്റ് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു SHM-ലുള്ള ആ ഒരു പൊസിഷൻ ചേഞ്ചിനെ നമുക്ക് എങ്ങനെ ഒരു ഇക്വേഷന്റെ ഫോമിൽ എഴുതാമെന്ന് നോക്കാം. അതായത് y = a sin ഒമേഗ ടി ആണ്. ഓക്കെ, a sin ഒമേഗ ടി എന്ന് പറയുന്ന സമയത്ത് എന്താണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു y എന്ന് പറയുന്നതിൻ്റെ, അതായത് പൊസിഷൻ ചേഞ്ചിൻ്റെ ഇക്വേഷൻ, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെന്റിന്റെ ഇക്വേഷൻ, ഈ വേവ് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിൻ്റെ ഇക്വേഷൻ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ a sin ഒമേഗ ടി ആണ്. ഇതിൽ a എന്താണ്? a എന്ന് പറയുന്നത് നമുക്കറിയാം ആംപ്ലിറ്റ്യൂഡ് ആണ്. ഓക്കെ, a എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡ് ആണ്.
അങ്ങനെയാണെങ്കിൽ ഒമേഗ എന്താണ്? ഒമേഗ എന്ന് പറയുന്നത് ആംഗുലാർ വെലോസിറ്റി ആണ്. ഓക്കെ, ആംഗുലാർ വെലോസിറ്റി. ഈ ആംഗുലാർ വെലോസിറ്റി ഒമേഗൻ്റെ ഇക്വേഷൻ നമ്മൾ മുന്നേ പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഇസ് 2π/t എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ. 2π/t എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇക്വേഷൻ ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനെ ഒരു വേവ് ആയിട്ട് അല്ലെങ്കിൽ ഇതൊരു വേവിൻ്റെ ഇക്വേഷൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി ഒരു സെക്കൻഡ് കേസ് നോക്കിയിട്ടുണ്ടെങ്കിൽ y is equal to a sin omega t minus phi. എന്താണ് ഈ phi കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്? phi എന്ന് പറയുന്നത് ഫേസ് ചേഞ്ച് ആണ്. ഓക്കെ, ഫേസ് ചേഞ്ചിനെയാണ് നമ്മൾ phi എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് പൊസിഷൻ എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് പിന്നീട് അതിൻ്റെ മൂവ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് പൊസിഷനെ നമ്മൾ ഡിനോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് ബേസ് ചെയ്തിട്ടാണ് ബാക്കി മൂവ്മെൻ്റ് ഒക്കെ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു phi എന്നുള്ളത് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ കേസിൽ ഈ ഫൈൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ് ആക്ച്വലി. അതുകൊണ്ടാണ് നമ്മളിവിടെ റെപ്രസെൻ്റ് ചെയ്യാത്തത്. ഇനി അടുത്ത കേസിലാണെന്നുണ്ടെങ്കിൽ ഫൈൻ്റെ വാല്യൂ നമുക്ക് എന്ത് പറയാം? π/2 ആണെന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ ഓരോ കേസിലും നമ്മൾ ഓരോ വേവ്സ് എടുക്കുന്ന സമയത്തും അതിങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. π/2 ആവാം, പിന്നെ മൈനസ് ടേംസിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് പൈ ആവാം. അതെങ്ങനെ ചേഞ്ച് ചെയ്യാണ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു y(x)t, അതായത് എക്സിനെയും അതുപോലെ തന്നെ ടൈമിലും നമ്മൾ കൺസിഡർ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഇക്വേഷൻ എന്തായി? a sin omega t minus kx ആയി. നമുക്ക് k എന്താണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ എക്സ് ഡിസ്പ്ലേസ്മെന്റ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷനിൽ നമുക്ക് ഒമേഗക്ക് പകരം എന്ത് കൊടുക്കാം? 2π/t എന്ന് കൊടുക്കാൻ വേണ്ടി പറ്റും. ഇനി kxന് പകരമായിട്ടോ? kxന് പകരമായിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? അതായത് നമ്മൾ ഇവിടെ ഈ ഒമേഗക്ക് പകരം 2π/t കൊടുത്തു. 2π/t കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് kxന് പകരം നമുക്ക് എന്ത് കൊടുക്കാം? 2π/λ എന്നുള്ളതും കൊടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഇക്വേഷൻ എഴുതുന്ന സമയത്ത് 2π/t ഇൻറ്റു t മൈനസ് 2π/λ ഇൻറ്റു എക്സ് എന്ന് വരും. ഇതിൽ രണ്ടിലും 2π കോമൺ ആണ്. സോ നമ്മൾ അതിനെയാണ് ഇങ്ങനെ എഴുതുന്നത്. അതായത് a sin 2π ഇൻറ്റു t/t മൈനസ് എക്സ് ബൈ ലാംഡ എന്ന് നമ്മൾ എഴുതുന്നത്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇക്വേഷൻ കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഒരു 5 ഇട്ടിട്ടുണ്ട്. ഇതാണ് നമ്മൾ ഇനീഷ്യൽ ആയിട്ടുള്ള ഫേസ് ചേഞ്ച്. ഓക്കെ, അതാണ് നമുക്ക് ജനറൽ ആയിട്ട് നമുക്ക് ഇങ്ങനെ ഈ ഒരു ഇക്വേഷനെ കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് എന്ത്? ഇനീഷ്യൽ ആയിട്ടുള്ള ഒരു ഫേസ് ചേഞ്ച്. ഇതിൽ നമ്മൾ ആദ്യത്തെ കേസിൽ എന്ന് പറയുന്നത് അവിടെ മൂവ്മെൻറ്റേ ഇല്ല. അതായത് നമ്മുടെ phi എന്ന് പറയുന്നത് 0 ആയിരുന്നു ആദ്യത്തെ കേസിൽ. അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ കൊടുത്തിട്ടില്ല. അപ്പം നോർമലി നമ്മൾ ഒരു ഇക്വേഷനെ പറയാണ്. അതായത് ഡിസ്പ്ലേസ്മെന്റിന്റെ ടേംസിലും അതുപോലെ ടൈമിന്റെ ടേംസിലും പറയുകയാണെന്നുണ്ടെങ്കിൽ a sin omega t minus kx plus 50 ആണ് നമ്മളിവിടെ ഇക്വേഷൻ ആയിട്ട് എടുക്കുന്നത്. ഓക്കെ, Earn Marks, your perfect learning partner.